ഒരു ഹെൽപ്പ് ചെയ്യും, ഒന്ന് ഷെയർ ചെയ്യും. എൻ്റെ സഹോദരനെ കാണാതായിട്ട് ഇന്നേക്ക് 4 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ ഒരു വിവരം കിട്ടിയിട്ടില്ല. അതും ആർമി ഓഫീസറായിട്ടുള്ള തൻ്റെ സഹോദരൻ എന്ന് എൻ്റെ ബ്രദറാണ് ഫർസീന്. ആള് ആർമിയിൽ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യാണ്. പറഞ്ഞിട്ട് നമ്മുടെ ഫോളോവേഴ്സിൽ ഒരു കുട്ടി മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ അവരുടെ പ്രൊഫൈൽ കയറി നോക്കി. തൻ്റെ സഹോദരനെ കാണാതായിട്ടുള്ള വിവരങ്ങളും എല്ലാം സ്റ്റോറീസും എല്ലാം കുറേ കുട്ടി ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഇതുവരെ ഒരു റിസൾട്ടും ഉണ്ടായിട്ടില്ല. എന്നിട്ട് ആ കുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടിട്ട് എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. എത്രയും പെട്ടെന്ന് ആ കുട്ടിക്ക് തൻ്റെ സഹോദരനെ തിരിച്ചു കിട്ടട്ടെ, ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ഇനി ആ കുട്ടിക്ക് പറയാനുള്ള കാര്യം എന്താണെന്നുള്ള കാര്യം നമുക്ക് കേൾക്കാം. ബ്രദറാണ് ഫർസീന്. ആള് ആർമിയിൽ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ജൂലൈ 9 രാത്രി ആൾക്ക് ട്രെയിനിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് ബറേലി എന്ന് പറഞ്ഞൊരു പ്ലേസിലേക്ക് പോകാണ്ടായിരുന്നു. അപ്പോൾ ബാന്ദ്രയിൽ നിന്ന് ആൾ ബറേലിലേക്കുള്ള ട്രെയിൻ കയറി. ഏകദേശം ഒരു 27-28 മണിക്കൂറുണ്ട് അങ്ങോട്ട് ബറേലിലേക്ക് പോകാൻ. പക്ഷേ ഞങ്ങൾക്ക് ലാസ്റ്റ് കോൺടാക്ട് ചെയ്തത് ജൂലൈ 10 നൈറ്റ് ഒരു 10:10 നമ്മളെ വിളിച്ചത്. ആ സമയത്തൊക്കെ ആൾ ട്രെയിനിലുണ്ടായിരുന്നത്. സ്ലീപ്പർ എടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ജൂലൈ 11 രാവിലെ ഒരു 5 മണിക്കാകുമ്പോൾ എത്തുന്ന പറഞ്ഞത്. പക്ഷേ അതിനുശേഷം ഞങ്ങൾ ജൂലൈ 11 ഒരു 10 മണിക്കാകുമ്പോൾ വിളിച്ച് നോക്കിയപ്പോഴും ആളെ കിട്ടുന്നില്ല ആളെ. അപ്പോൾ അവിടുത്തെ മിലിറ്ററി ഹോസ്പിറ്റലിലേക്കാണ് ആൾക്ക് പോകേണ്ടത്, ബറേലിയിലത്തെ. അവിടെ വിളിച്ച് നോക്കിയപ്പോഴാണ് അറിയുന്നത് ആൾ ഇതുവരെയായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു 3 ദിവസമായി ഇതുവരെയായിട്ടും ആൾ എങ്ങോട്ടാണ് പോയതെന്നോ അഥവാ ബറേലിയിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷേ അങ്ങോട്ടേക്കുള്ള ട്രെയിനിലാണ് ആൾ കയറിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഗുരുവായൂർ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ പറഞ്ഞത് ലൊക്കേഷൻ കണ്ടിട്ടുണ്ട്, ഇസ്സത്ത് നഗർ എന്ന് വെച്ചാൽ ബറേലിയിലാണ് ആൾ ഇറങ്ങേണ്ടത്. പക്ഷേ തൊട്ടപ്പുറത്തെ ബറേലി കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പിലാണ് ഇറങ്ങിയിട്ടുള്ളത് ആൾ. അവിടുത്തെ ലൊക്കേഷന് ആ ഭാഗത്താണ് ലൊക്കേഷന് ഉള്ളതെന്നും പിന്നെ അവിടെ നിന്ന് 2 പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും ഡീറ്റെയിൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഇപ്പോൾ അവിടെ നിന്ന് അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പൂനെന്ന്. അവിടുന്ന് ആർമി മിലിറ്ററി അവരൊക്കെ അന്വേഷിക്കുന്നുണ്ട്, പോലീസുകാർ അന്വേഷിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞു. പക്ഷേ ഇതുവരെയായിട്ട് 3 ദിവസമായി നമുക്ക് അതിന് ഡീറ്റെയിൽ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊന്ന് ആരെങ്കിലും ആളെ പറ്റിയിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് ആ നമ്പറേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യൂ. ഇപ്പോൾ ആളുടെ ബ്രദറും കസിനൊക്കെ അവിടെ ഇപ്പോൾ ബറേലിയിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല നമ്മൾ ഡീറ്റെയിൽ. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ലൈക്കോ കമൻറ്റോ ഒന്നുമല്ല ആവശ്യം. മാക്സിമം ഷെയർ ചെയ്യുക, ഈ വിവരം മാക്സിമം ഷെയർ ചെയ്യുക, ഈ കോൺടാക്ട് നമ്പറുകൾ മാക്സിമം ഷെയർ ചെയ്യുക. എത്രയും പെട്ടെന്ന് ഈ വ്യക്തിനെ കണ്ടെത്താൻ സാധിക്കട്ടെ. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക.